ഡ്രോ ദ ട്രപ്പീസിയംസ് ബിലോ. ചുവടെ കാണുന്ന ലംബകങ്ങൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രപ്പീസിയത്തിന് ABCD എന്ന് നെയിം ചെയ്യാം. ഇനി BC എന്ന സൈഡിന് പാരലായിട്ട് ഡിയിലൂടെ ഒരു ലൈന് വരയ്ക്കാം. ഈ ലൈന് AB എന്ന ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് E എന്ന് കൊടുക്കാം. ഇപ്പോൾ EBCD ഒരു പാരലോഗ്രാം ആണ് അല്ലെ. പാരലോഗ്രാം ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ DCയും EBയും ഈക്വൽ ആയിരിക്കും. DC 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് EBയും എന്താണ് 2 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ BC എന്ന സൈഡും ED എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണല്ലോ. BC 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് EDയും 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി AE എന്ന സൈഡ് എത്ര ആയിരിക്കും? AB ടോട്ടൽ 6 സെന്റിമീറ്റർ ഉണ്ട്. അതിൽ EB എന്ന ഭാഗം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്ര? 6ൽ നിന്നും 2 പോയാൽ എത്ര? 6 - 2 4 അല്ലേ. അപ്പോൾ AE എത്രയാണ്? 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ AED വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം AB എന്ന ലൈൻ വരയ്ക്കാം. AB എന്ന ലൈൻ 6 സെന്റിമീറ്റർ ആണല്ലോ. ഒരു റൂളർ എടുത്തിട്ട് 6 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി E മാർക്ക് ചെയ്യാം. ഈ Aയിൽ നിന്നും 4 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ റൂളർ എടുത്തിട്ട് Aയിൽ നിന്നും 4 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ഇതിന് E എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി AD എന്ന സൈഡ് വരയ്ക്കാം. AD എന്ന സൈഡ് 3 സെന്റിമീറ്റർ ആണല്ലോ. സോ ഒരു റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 3 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിന്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി DE എന്ന സൈഡ് വരയ്ക്കാം. DE എന്ന സൈഡും 3 സെന്റിമീറ്റർ ആണ്. സോ ഒരു കോമ്പസും റൂളറും എടുത്തിട്ട് 3 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിന്റെ നീഡിൽ Eയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് D. ഓക്കെ, ഇനി Dയിൽ നിന്നും ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഏത് ലൈനിന് പാരലാണ്? താഴെയുള്ള ലൈൻ ഇല്ലേ, AB എന്ന സൈഡില്ലേ, AB എന്ന സൈഡിന് പാരലായിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് AB എന്ന ലൈനിലും, കാരണം AB എന്ന ലൈനിന് പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ സൈഡ് AB എന്ന ലൈനിലും മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളർ വെക്കാം. എന്നിട്ട് റൂളറിന്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് നമ്മുടെ AB എന്ന ലൈനിന് പാരലായിരിക്കും. ഇനി ഈ ലൈനിൽ C മാർക്ക് ചെയ്യാം. C എന്നത് ഡിയിൽ നിന്നും 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ നമുക്ക് ഒരു റൂളർ വെച്ചിട്ട് ഡിയിൽ നിന്നും 2 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ആ പോയിന്റാണ് C. ഓക്കെ, ഇനി സിയിൽ നിന്നും ബിയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രപ്പീസിയം ABCD കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ട്രപ്പീസിയം വരയ്ക്കാം. ആദ്യം ഇതിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഇനി BC എന്ന സൈഡിന് പാരലായിട്ട് ഡിയിലൂടെ ഒരു ലൈന് വരയ്ക്കാം. ഈ ലൈന് AB എന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് E എന്ന് നെയിം ചെയ്യാം. ഇപ്പോൾ EBCD ഒരു പാരലോഗ്രാം ആണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ DC എന്ന സൈഡും EB എന്ന സൈഡും ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് EBയും DCയും ഈക്വൽ ആയിരിക്കും. DC 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് EBയും 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ AB എന്ന ലൈനിൽ EB എന്ന ഭാഗം 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? ടോട്ടൽ 5 ആണ്. AB 5 ആണ്. അതിൽ കുറച്ച് ഭാഗം EB എന്ന ഭാഗം 3 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? 5 - 3 അതെത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ AE എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം നമുക്ക് AB എന്ന ഒരു ലൈൻ വരയ്ക്കാം. AB എന്ന സൈഡ് 5 സെന്റിമീറ്റർ ആണല്ലോ. സോ റൂളർ എടുത്തിട്ട് 5 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി ഈ ലൈനിൽ E മാർക്ക് ചെയ്യാം. ഈ Aയിൽ നിന്നും 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ റൂളർ എടുത്തിട്ട് Aയിൽ നിന്നും 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് E. ഇനി Eയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് Eയിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇനി Aയിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിന്റെ സെന്റർ Aയിൽ വെക്കാം. കാരണം Aയിലാണല്ലോ 60 ഡിഗ്രി വേണ്ടത്. അപ്പോൾ പ്രൊട്രാക്ടറിന്റെ സെന്റർ Aയിലും പ്രൊട്രാക്ടറിലെ 0 ഈ AB എന്ന ലൈനിലും വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ച Aയിലേക്ക് ജോയിൻ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി. അപ്പോൾ ഈ 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈനും നമ്മൾ Eയിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് D. ഓക്കെ, ഇനി ഡിയിലൂടെ
താഴെയുള്ള സൈഡില്ലേ എ ബി എന്ന സൈഡിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം ഡിയിലൂടെ. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് എ ബിയുടെ പാരലൽ ലൈൻ അല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ ബിയിലും മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വയ്ക്കുക. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് നമ്മുടെ എ ബിക്ക് പാരലലായിരിക്കും. ഇനി ഈ ലൈനിൽ നമുക്ക് സി മാർക്ക് ചെയ്യണം. സി ഡിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ നമുക്ക് റൂളർ എടുത്തിട്ട് ഡിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് സി. ഓക്കെ, ഇനി സിയിൽ നിന്നും ബിയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രപ്പീസിയം ABCD കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ട്രപ്പീസിയം വരയ്ക്കാം. ആദ്യം ഈ ട്രപ്പീസിയത്തിന് ABCD എന്ന് നെയിം ചെയ്യാം. ഇനി BC എന്ന സൈഡിന് പാരലലായിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് നമ്മുടെ AB എന്ന സൈഡിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് E എന്ന് കൊടുക്കാം. ഇപ്പോൾ EBCD ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ DCയും EBയും ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കും. DC 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് EBയും എന്താണ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ AB എന്ന സൈഡിലെ EB എന്ന ഭാഗം 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം AE എത്ര ആയിരിക്കും? ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ് AB ഉള്ളത്. അതിൽ EB എന്ന പോർഷന് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 6 - 4 അത് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ AE എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രപ്പീസിയം വരയ്ക്കാം. ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ നമുക്ക് റൂളർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി ഈ ലൈനിൽ E എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. E എന്ന പോയിന്റ് എയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് എയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. ഇതാണ് E. ഇനി ഇയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് ഇയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, ഇനി AD എന്ന സൈഡ് വരയ്ക്കാം. AD എന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ പെർപെൻഡിക്കുലർ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് D. ഓക്കെ, ഇനി ഡിയിൽ നിന്നും AB എന്ന സൈഡിന് പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ABയിൽ വെക്കുക. കാരണം AB എന്ന ലൈനിൻ്റെ പാരലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ AB എന്ന സൈഡിൽ റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് വരയ്ക്കുക. അതിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വെക്കുക. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈന് നമ്മുടെ AB എന്ന സൈഡിന് പാരലായിരിക്കും. ഇനി ഈ ലൈനിൽ C എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. C ഡിയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ റൂളർ എടുത്തിട്ട് ഡിയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് C. ഓക്കെ, ഇനി സിയിൽ നിന്നും ബിയിലേക്ക് ഡിയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രപ്പീസിയം ABCD കംപ്ലീറ്റ് ആയി. The picture below shows 4 equal trapeziums joined together. Draw this picture. തുല്യമായ 4 ലംബങ്ങൾ ചേർത്ത് വെച്ച ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രം വരയ്ക്കുക. ആദ്യം നമുക്ക് ഈ ഫിഗറിനെ ABCDEFGHI എന്ന് നെയിം ചെയ്യാം. ഈ 4 ഈക്വൽ ട്രപ്പീസിയം ജോയിൻ ചെയ്തിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാം ഈക്വൽ ട്രപ്പീസിയം ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും വലിയ സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും, അതേപോലെ ചെറിയ സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും, അതേപോലെ ആംഗിൾസും ഒക്കെ പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് താഴെയുള്ള സൈഡ് AB എന്ന സൈഡ് ഫോം ചെയ്തിട്ടുള്ളത് ഈ 2 ട്രപ്പീസിയത്തിൻ്റെ വലിയ സൈഡ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് അല്ലേ. AG GB എന്നീ 2 സൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ AB എന്ന സൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. AB എന്ന സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടും വലിയ സൈഡ്സ് ആയതുകൊണ്ട് 2 ഈക്വലും ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം 8 കിട്ടണമെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യണം? 4 + 4 ആണ് 8 അല്ലേ. അപ്പോൾ ഇതിൽ ഒരു സൈഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. AGയും 4 ആണ്, അതേപോലെ GBയും 4 ആണ്. ഓക്കെ, കൂടാതെ ഇതെല്ലാം ഈക്വൽ ട്രപ്പീസിയം ആണല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും വലിയ സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ മേലെയുള്ള ട്രപ്പീസിയത്തിൻ്റെ വലിയ സൈഡായ EH എന്താ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഈ ചെരിഞ്ഞിരിക്കുന്ന ട്രപ്പീസിയം അല്ലേ, അതിൻ്റെ വലിയ സൈഡാണ് BC, അതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ ഈക്വൽ ട്രപ്പീസിയം ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ FG എന്ന സൈഡും IH എന്ന സൈഡും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം ഇവ ചെറിയ
ട്രപ്പീസിയത്തിൻ്റെ ചെറിയ സൈഡ്സ് ആണ് അല്ലേ എല്ലാത്തിൻ്റെയും. അപ്പോൾ അവ ഈക്വൽ ആണ്. പക്ഷേ ഈ IHും FGയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? BC കിട്ടണം. കാരണം BC വരുന്നത് ഈ രണ്ട് സൈഡ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ BC ആണ് കിട്ടുന്നത് അല്ലേ. അത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ BCയുടെ ലെങ്ത് ആണ് വരേണ്ടത്. അപ്പോൾ IHും FGയും ഈക്വലും ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 4ഉം വേണം. അപ്പോൾ ഈക്വൽ നമ്പേഴ്സ് ഏതൊക്കെ ആഡ് ചെയ്താലാണ് 4 കിട്ടുക? 2 + 2 ആണല്ലോ. അപ്പോൾ IHും 2 സെൻറ്റിമീറ്റർ ആണ്, FGയും 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും ആംഗിൾ B എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ. കാരണം അതൊരു പെർപെൻഡിക്കുലർ ആണ് ബിയിൽ നിന്ന് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ B 90 ഡിഗ്രി ആണ്. അപ്പോൾ അവിടെ രണ്ട് ആംഗിൾസ് വരുന്നുണ്ട്. രണ്ട് ആംഗിൾസും നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ ചെറിയ ആംഗിൾസ് ആണ്. രണ്ട് ട്രപ്പീസിയത്തിൻ്റെ ചെറിയ ആംഗിൾസ് ആണ്. ഇതൊക്കെ ഈക്വൽ ട്രപ്പീസി ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വലും ആവണം അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? ടോട്ടലി 90 കിട്ടണം, പിന്നെ ഈക്വൽ ആംഗിൾസും ആവണം. അപ്പോൾ നമുക്കറിയാം 45 + 45 ആണല്ലോ 90. അപ്പോൾ ഒരു ആംഗിൾ എന്താണ്? 45 ഡിഗ്രി ആണ് അല്ലേ. അതായത് ആംഗിൾ GBHും ആംഗിൾ HBCയും എന്താണ്? 45 ഡിഗ്രി ആയിരിക്കണം. ഇതൊക്കെ ഈക്വൽ ട്രപ്പീസി ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഈ ചെറിയ ആംഗിൾസ് 45 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആംഗിൾ A എന്തായിരിക്കും? 45 ഡിഗ്രി ആണ്. കാരണം ആംഗിൾ Aയും ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഒരു ചെറിയ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 8 സെൻറ്റിമീറ്റർ ആണല്ലേ. സോ നമുക്ക് റൂളർ എടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി ഈ ലൈനിലാണ് G എന്ന പോയിന്റ് ഉള്ളത്. G എന്ന പോയിന്റ് Aയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണല്ലേ. സോ നമുക്ക് റൂളർ എടുത്തിട്ട് Aയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് G. ഇനി Gയിലൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് Gയിലൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈനിലാണ് F വരേണ്ടത് അല്ലേ. F Gയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ റൂളർ എടുത്തിട്ട് Gയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് F. ഇനി എയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണല്ലോ. സോ നമുക്ക് എയിൽ ഒരു 45 ഡിഗ്രി ആംഗിളുള്ള ലൈൻ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിൽ വെക്കാം. കാരണം എയിലാണല്ലോ 45 ഡിഗ്രി വേണ്ടത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്രാക്ടറിലെ 0 ഈ AB എന്ന ലൈനിൽ വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് 0യിൽ നിന്നും 45 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 45 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്താൽ 45 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. ഇനി നമുക്ക് EH എന്ന സൈഡ് വരയ്ക്കാം. EH എന്ന സൈഡ് AB എന്ന സൈഡിന് പാരലൽ ആണല്ലേ. സോ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ABയിലും, കാരണം ABക്ക് പാരലൽ ആയിട്ടാണല്ലോ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ABയിലും മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ റൂളറും വെക്കുക. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് Fലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് Fലൂടെ ഒരു പാരലൽ ലൈന് വരയ്ക്കാം. ഈ പാരലൽ ലൈന് നമ്മുടെ 45 ഡിഗ്രി ആംഗിളുള്ള ലൈനില്ല, അതിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് E. ഓക്കെ, ഇനി ഈ ലൈനിൽ H എന്ന പോയിന്റ് ഉണ്ട്. H മാർക്ക് ചെയ്യാം. H Eയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഒരു റൂളർ എടുത്തിട്ട് Eയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. അതാണ് H. ഇനി നമുക്ക് Bയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബിയിൽ AB എന്ന ലൈനിൽ വെച്ചിട്ട് ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, ഈ ലൈനിലാണ് നമ്മുടെ C എന്ന പോയിന്റ് ഉള്ളത്. C എന്ന പോയിന്റ് Bയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് Bയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് C. ഇനി Cയിലൂടെ AB എന്ന സൈഡിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ABയിലും മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് റൂളർ വയ്ക്കുക. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് Cയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് Cയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻ എന്തായിരിക്കും? നമ്മുടെ AB എന്ന സൈഡിന് പാരലലായിരിക്കും. അപ്പോൾ ഈ ലൈന് നമ്മുടെ 45 ഡിഗ്രി ആംഗിളിലുള്ള ലൈനില്ല, അതിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് D. ഓക്കെ, ഇനി Hൽ നിന്നും Bയിലേക്ക് ജോയിൻ ചെയ്യാം. Hൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ H എന്ന ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു Hൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ നമ്മുടെ CD എന്ന ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് I. ഓക്കെ, അപ്പം നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി.